ഹലോ, പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിലെ 154 പേജ് മുതലുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഒരു സ്കൂളിൽ 50 ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ 80% പേരും സ്ത്രീകളാണ് എങ്കിൽ സ്ത്രീ അധ്യാപകർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? 50ൻ്റെ 80% കാണണം. 80% ഓഫ് 50. അപ്പോൾ 50 × 80/100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40 ആൻസർ കിട്ടും. അപ്പം 40 സ്ത്രീ അധ്യാപകരാണ്, ഫീമെയിൽ ടീച്ചേഴ്സാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1450 പേര് വോട്ട് ചെയ്തൊരു ഇലക്ഷനാണ്. 2 പേര് തമ്മിലാണ് മത്സരം നടന്നിരിക്കുന്നത്. അതിൽ ജയിച്ച ആൾക്ക് 52% വോട്ട് കിട്ടിയെങ്കിൽ എത്ര വോട്ടാണ് അയാൾക്ക് കിട്ടിയത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അതായത് 1450ൻ്റെ 52%. അപ്പോൾ 1450 × 52/100 കാൽക്കുലേഷൻ ചെയ്യാം. എന്താണ് ആൻസർ കിട്ടുന്നത്? 754 വോട്ടാണ് ജയിച്ച ആൾക്ക് കിട്ടിയത്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, നോക്കാം. എന്താണ്, എത്ര വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആകെ വോട്ട് എന്ന് പറയുന്നത് 1450 ആണ്. അതിൽ 754 വോട്ടാണ് ജയിച്ച ആൾക്ക് കിട്ടിയത്. അപ്പോൾ എത്ര വോട്ടിനാണ് ജയിച്ചതെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോട്ട്സിൽ നിന്ന് ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1200 കുട്ടികൾ ഒരു പരീക്ഷ എഴുതി. അതിൽ 65% പേർക്കും എ ഗ്രേഡ് കിട്ടി. അപ്പോൾ എത്ര പേർക്കാണ് എ ഗ്രേഡ് കിട്ടിയത്? 1200ൻ്റെ 65% കണ്ടാൽ മതി. അപ്പോൾ 1200 × 65/100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 780 കുട്ടികളാണ്. 780 കുട്ടികൾക്കാണ് എ ഗ്രേഡ് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പറമ്പിൽ കുറേ മരങ്ങളുണ്ട്. ആ കുറേ മരങ്ങളുടെ പകുതിയാണ്, അല്ലെങ്കിൽ 50% 32 എന്ന് പറയുന്ന തെങ്ങിൻ തൈകളുടെ എണ്ണം. ഒരു പറമ്പിൽ കുറേ മരങ്ങളുണ്ട്. അത് എത്രയാണെന്ന് അറിഞ്ഞിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കൊരു ക്ലൂ തന്നേക്കാണ്. ആ കുറേ മരങ്ങളുടെ എണ്ണത്തിൻ്റെ 50% തെങ്ങിൻ തൈകളുടെ എണ്ണം. അത് 32 ആണ്. അപ്പോൾ ആകെയുള്ളതിൻ്റെ 50% 32. 50% എന്ന് പറയുന്നത് 50/100 ആണ്. അതായത് 1/2 ആണ്. എന്ന് പറഞ്ഞാൽ ആകെയുള്ളതിൻ്റെ പകുതിയാണ് 32. അപ്പോൾ ആകെയുള്ളത് എത്രയാണ്? 32ൻ്റെ ഇരട്ടിയാണ്. 32 × 2. അപ്പോൾ 32 × 2 = 64 മരങ്ങളാണ് ആ പറമ്പിൽ ആകെ ഉള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഒരാൾക്ക് 8400 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫുഡിന് വേണ്ടി ചിലവാക്കുന്നത്. ഈ 8400 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകമിൻ്റെ 25% ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം തന്നിട്ടില്ല. അതിൻ്റെ 25% ആണ് അദ്ദേഹം ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. നേരത്തെ പോലെ തന്നെ, അതായത് മന്ത്ലി ഏണിങ്സിൻ്റെ 25% എന്ന് പറയുന്നത് 25/100 ആണ്. അതിനെ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. അതായത് മന്ത്ലി ഏണിങ്സിൻ്റെ 1/4 ആണ് 8400. അപ്പോൾ മന്ത്ലി ഏണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 8400 × 4 ആണ്. ഓക്കെ, അപ്പോൾ 8400 × 4 എന്ന് പറയുന്നത് 33,600 റുപ്പീസ്. അപ്പോൾ 33,600 രൂപ മാസ വരുമാനം കിട്ടുന്ന അതിൻ്റെ 25% ആണ് ഈ 8400 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 187ാമത്തെ പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സൈക്കിളിൻ്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 4000 രൂപയാണ്. ഇപ്പോഴത് 15% ലെസ്സിനാണ്, അതായത് 15% കിഴിവിനാണ് അത് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ വില എത്രയാണ്? അതായത് 4000 രൂപ ഇപ്പോൾ സൈക്കിളിനില്ല, 15% കിഴിവുണ്ട്. അപ്പോൾ 100 - 15, അതായത് 85%. 4000ൻ്റെ 85% കണ്ടാൽ മതി. അപ്പോൾ 85/100 × 4000 കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3400 രൂപ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാളുടെ സാലറി 30,000 രൂപയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാലറിയിൽ വർധനവ് ഉണ്ടായി. 8% വർധനവ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാലറി എത്രയാണ്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 30,000 ആയിരുന്നു ഉണ്ടായത്. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100% അല്ല വരുന്നത്, 100ൽ കൂടുതൽ വരും. അപ്പം 100 + 8 108%. സാലറിയുടെ 108% ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ 108% ഓഫ് 30,000, 108/100 × 30,000 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 32,400 റുപ്പീസാണ് കിട്ടുക. ചിലപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയത്? 30,000 രൂപയാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ അധികമായി എത്ര രൂപയും കൂടി കിട്ടി? 32,400 എന്ന് പറയുമ്പോൾ 2,400 രൂപ അധികം കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് തന്നിട്ടില്ല.
നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും 10% വീതം കൂട്ടുകയാണെങ്കിൽ ഏരിയയിൽ എത്രയാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ചെയ്യാൻ പോകുന്നത് അസ്യൂം ദാറ്റ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 100. നമുക്കിവിടെ ഹൈറ്റും വിഡ്ത്തും തന്നിട്ടില്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുകയാണ് ഹൈറ്റ് 100 ആണ്. ആ 100 ആയിരുന്ന ഹൈറ്റിൻ്റെ 10% കുറയ്ക്കാൻ പോവാണ്, റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 100 - 10 90%. അപ്പോൾ ഇനി 100ൻ്റെ 90% കാണണം, കാരണം 10% കുറയ്ക്കണം. അപ്പോൾ 100ൻ്റെ 90% എന്ന് പറയുന്നത് 90 ആണ്. അതുപോലെ തന്നെ നമ്മൾ ആരെ കാണാം, വിഡ്ത്ത് കാണാം. വിഡ്ത്ത് 100 ആണെന്ന് നമ്മൾ വിചാരിച്ചത്, അതിൻ്റെ 10% കുറയ്ക്കണം, അതായത് 90% കാണണം. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും 10% കുറയ്ക്കുമ്പോൾ 90 വീതം കിട്ടും. ഇനി പുതിയതായി കിട്ടിയ ഹൈറ്റും വിഡ്ത്തും വെച്ചിട്ട് ഏരിയ കാണണം. എന്താണ് പുതുതായിട്ട് കിട്ടിയ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് 90 × 90 8100 ആണ് ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ ഏരിയ എത്രയായിരുന്നു, 10000 ആയിരുന്നു. 10% വീതം കുറച്ചപ്പോൾ ഏരിയയും കുറഞ്ഞു. ഹൈറ്റും വിഡ്ത്തും 10% കുറഞ്ഞപ്പോൾ ഏരിയയും കുറഞ്ഞു. ഏരിയയിൽ വ്യത്യാസം വന്നു, കുറവ് വന്നു. എത്ര കുറവ് വന്നു? 10000 നിന്ന് 8100 ആയിട്ട് കുറഞ്ഞു. 1900 കുറവ് വന്നു. ഇനി കുറഞ്ഞതിൻ്റെ പെർസെൻറ്റേജ് കാണണം. 1900 കുറവ് വന്നു എത്രയിൽ? 10000. പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 19% ഏരിയ കുറഞ്ഞു. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും തന്നു. ആ ഒറിജിനൽ ഹൈറ്റ് വിഡ്ത്തിൽ നിന്ന് അതിനെ കുറയ്ക്കുമ്പോൾ 10% അല്ലെങ്കിൽ എത്ര ശതമാനമായിട്ട് കുറയ്ക്കുമ്പോൾ ഏരിയയിലും എന്ത് വരികയാണ്, കുറവ് സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഹൈറ്റും വിഡ്ത്തും കൂട്ടുകയാണെങ്കിലോ, അപ്പോൾ ഏരിയയിൽ എന്ത് സംഭവിക്കും? ഏരിയ കൂടും. അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ഈ പറഞ്ഞ പോലെ ഹൈറ്റും വിഡ്ത്തും കുറയുന്നതിന് പകരം എന്ത് ചെയ്യാണ്, കൂടാണ്. നേരത്തെ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. അവിടെ ഹൈറ്റും വിഡ്ത്തും കുറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യാണ്, 10% കൂടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും 100 ആണെന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ 100 × 100 എന്ന് പറയുന്നത് 10,000 കിട്ടും. ഇനി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 100ൽ നിന്ന് എന്തായിട്ട് മാറും, 100 + 10% ആവും, കൂടും. അപ്പോൾ 100ൻ്റെ 110% കാണണം. അപ്പോൾ നമുക്ക് ഹൈറ്റിൻ്റെ 110% കാണുമ്പോൾ 110 കിട്ടും, വിഡ്ത്തിൻ്റെ 110% കാണുമ്പോൾ 110 കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ന്യൂ ഏരിയ കാണാം, അതായത് ഇൻക്രീസ്ഡ് ഏരിയ കാണാം. അപ്പോൾ 110 × 110 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 1100 കിട്ടും. അപ്പോൾ ഒറിജിനൽ ഏരിയ 10000 ആയിരുന്നു. ഇപ്പോൾ ഇൻക്രീസ് ചെയ്തപ്പോൾ അത് 12100 ആയി. അപ്പോൾ എത്ര കൂടുതൽ കിട്ടി? 2100 ആണ് കൂടുതൽ വന്നത്. ഇനി ഇൻക്രീസ്ഡ് പെർസെൻറ്റേജ് കാണണം, എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയത്. അപ്പോൾ 2100 ആണ് കൂടിയത് എത്രയിൽ? 10000. പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും 10% കൂട്ടിയപ്പോൾ ഏരിയ കൂടി. എത്ര ശതമാനം കൂടി? 21% കൂടി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, സി യു.